വിസ്മൃതിയിലേക്ക് പോകുന്ന മാതിക ഭാഷയുടെ ചരിത്രം തേടി MA കോളേജ് വിദ്യാർത്ഥികൾ. മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ലിപിയില്ലാത്ത മാതിക ഭാഷയുടെ ചരിത്രവും സംസ്കാരവും തേടിയാണ് ലോക മാതൃഭാഷാ ദിനത്തിൽ കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിലെ MCom മാർക്കറ്റിംഗ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് വിഭാഗം വിദ്യാർത്ഥികളും അധ്യാപകരും കണ്ണൂരിലേക്ക് വണ്ടി കയറിയത്. കേരളത്തിൽ 2 പേർ മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷ, അതും ലിപിയില്ലാത്ത ഒരു ഭാഷ. വംശനാശത്തിന്റെ വക്കിൽ നിൽക്കുന്ന ഈ ഭാഷയെ കൂടുതൽ അടുത്തറിയുക എന്നതായിരുന്നു യാത്രയുടെ ലക്ഷ്യം. നാമാവശേഷമായി മാറുന്ന മാതിക ഭാഷ സംസാരിക്കുന്ന കണ്ണൂർ കരിവള്ളൂർ കൂക്കാനത്തെ KP നാരായണനെ സന്ദർശിച്ച് ഭാഷയുടെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. മലയാളം, തുളു, തെലുങ്ക്, തമിഴ് എന്നീ ഭാഷകളുടെ സമ്മിശ്രമായ മാതിക ഭാഷ കണ്ണൂർ ജില്ലയിലെ ചക്ലിയ വിഭാഗക്കാരാണ് ഉപയോഗിച്ചിരുന്നത്. കക്കനീറ്റൽ നിത്യതൊഴിലാക്കിയ 85-കാരനായ KP നാരായണനും സഹോദരി പുത്രി രാജാറാണിയും മാത്രമാണ് ഈ ഭാഷ ഇന്നും നിലനിർത്തുന്ന 2 പേർ. തങ്ങളുടെ പൂർവികരിൽ നിന്നാണ് നാരായണനും രാജാറാണിയും ഈ ഭാഷ പഠിച്ചെടുത്തത്. തങ്ങളുടെ തനത് ഭാഷാ സംസ്കാരം അന്യം നിന്നുപോകുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ട്. പുതിയ തലമുറ ഭാഷ പഠിക്കാൻ താല്പര്യം കാണിക്കുന്നില്ലെന്നും നാരായണൻ പറയുന്നു. ലിഖിതലിപിയില്ലാത്ത ാൽ മാതിക ഭാഷയെ സംരക്ഷിക്കാൻ ഔപചാരിക മാർഗമില്ലെന്നതും സംരക്ഷണത്തിന് വെല്ലുവിളിയാണ്. നാരായണനും രാജാറാണിയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്തു നിന്ന് ഏറ്റുപറയാൻ ഇനി ആരുമില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് സ്പീക്ക് ലോക്കൽ സെൽ ഗ്ലോബൽ എന്ന ആശയത്തിൽ MA കോളേജ് വിദ്യാർത്ഥികൾ ഇവരെ സന്ദർശിച്ചത്. എന്നേക്കുമായി വിസ്മൃതിയിലേക്ക് പോയേക്കാവുന്ന ഭാഷയെക്കുറിച്ച് വിദ്യാർത്ഥികളായ അലൻ ബിജു, ആഷ്ലി ജോസ് എന്നിവർ നാരായണനിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. സ്റ്റുഡന്റ് കോർഡിനേറ്റർമാരായ ജസ് ജെയിംസ് പ്രസാദ്, മീര ബി നായർ, അധ്യാപികമാരായ ശാരി സദാശിവൻ, ഗോപിക സുഗു എന്നിവർ നേതൃത്വം നൽകി. മതികൾ പാളപ്പോയി മതികൾ ചോദിച്ചു മറ്റു അവസാന ഏട്ടന്റെ മോളെ കല്യാണം വേറെ ജാതിമാർ കഴിച്ച കാര്യമെന്ന് പറയുന്നത്. ചച്ചിൽ കൊന്നത് അവൻ ഇവർ സറായി കുടിയേക്ക്. സറായി എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുന്നുണ്ട്. സറായി ചാരായ പറയുന്നത്. അവൻ ಮಾಡಿದೆ ಹಾಲು ತೊಗೊಂಬರ್ಸ ನಾನು ಮಗನ ಮಗ. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.